ഇപ്പോ ഇങ്ങനെ ഒരു പാർട്ടി മാറ്റം കൂടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് മനസ്സിൽ വരുന്ന ഒരു കാര്യം തിരഞ്ഞെടുപ്പ് തന്നെയാണ്. തിരഞ്ഞെടുപ്പ് ലക്ഷ്യമായിരുന്നോ ഈ തുറന്നു പറച്ചിലിന് പിന്നിൽ എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്താണ് മറുപടി? കുഞ്ഞികൃഷ്ണൻ സഖാവ് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടല്ലോ അദ്ദേഹം. പക്ഷെ എന്റെ പാർട്ടിയിലെ കുഴപ്പങ്ങളെല്ലാം ഞാൻ ഒരുപാട് കാലം കൊണ്ട് അനുഭവിക്കുന്നതാണ്. നിരവധി വ്യക്തിഹത്യകൾ, അതുപോലെ കുടുംബത്തെ തേജോവധം ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിരവധി കാലം കൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമസ്കാരം. വഞ്ചിയൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വഞ്ചിയൂരിലെ സഖാവായിരുന്ന വിഷ്ണുവിന്റെ സഹോദരൻ വിനോദ് നമുക്കൊക്കെ മുൻപിലേക്ക് എത്തിയത്. ചേട്ടൻ, നമ്മൾ അവസാനമായിട്ട് കണ്ട സമയത്ത് ചേട്ടൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ കമ്മ്യൂണിസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണെന്ന്. അത് പറഞ്ഞ് മൂന്നാമത്തെ ദിവസമാണെന്ന് കൃത്യമായിട്ട് തോന്നുന്നു. അപ്പോ മൂന്നാമത്തെ ദിവസം ഇത്ര പെട്ടെന്ന് ഒരു തീരുമാനം മാറ്റം ഉണ്ടാകാനുള്ള കാരണം? കമ്മ്യൂണിസം എന്ന് പറയുന്ന സിദ്ധാന്തം, സഹോദരൻ, സോഷ്യലിസം, ജനാധിപത്യവും, അതുപോലെ വേദന എടുക്കുന്ന ഒരാളെ കൂടെ നിർത്തി, ചേർത്ത് നിർത്തി, അവരെ സഹായിച്ച്, അതാണ് ആ സിദ്ധാന്തത്തിന്റെ ഏറ്റവും കാതലായ കാരണം. ആ സാധനം മുന്നോട്ട് കൊണ്ടുപോകുന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ന് കേരളത്തിൽ ഈ ലെഫ്റ്റിസ്റ്റ് ഇടത് നയങ്ങളിലോട്ട് നെഞ്ചോട് ചേർത്ത് കൊണ്ടുപോകുന്ന പാർട്ടി കോൺഗ്രസ് ആണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എന്റെ കൂടെ ഉള്ള നിരവധി ആൾക്കാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് കണ്ട കാര്യങ്ങളും അത് തന്നെയാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാൻ വേണ്ടി ഞാൻ എന്റെ മനസ്സിൽ അത് തന്നെയാണ് ഉള്ളത്. പക്ഷെ അത് പ്രാവർത്തികമായിട്ട് കേരളത്തിൽ കൊണ്ടുപോകുന്നത് കോൺഗ്രസ് ആണ്. അപ്പൊ പിന്നെ എനിക്ക് ഒറ്റയ്ക്കൊരിക്കലും ഈ സമൂഹത്തിൽ നിൽക്കാൻ പറ്റില്ല, പ്രതികരണ ശേഷിയുള്ള ടീം ഒന്നുണ്ടായാലും. അപ്പൊ അതുകൊണ്ട് ഒരു പ്രസ്ഥാനത്തിന്റെ ആവശ്യമുണ്ട്. അത് കോൺഗ്രസ് ആണ് ഏറ്റവും ബെറ്റർ എന്ന് തോന്നിക്കൊണ്ടാണ് കോൺഗ്രസ്. പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണൻ നടത്തിയിട്ടുള്ള ഒരു പ്രതികരണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു തുറന്നു പറച്ചിലിന്റെ ഭാഗമായിട്ടാണ് താനും ഇത്തരത്തിലൊരു തുറന്നു പറച്ചിൽ നടത്തിയതെന്ന് താങ്കൾ പറഞ്ഞിരുന്നല്ലോ. അപ്പോ ഇപ്പോ ഇങ്ങനെ ഒരു പാർട്ടി മാറ്റം കൂടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് മനസ്സിൽ വരുന്ന ഒരു കാര്യം തിരഞ്ഞെടുപ്പ് തന്നെയാണ്. തിരഞ്ഞെടുപ്പ് ലക്ഷ്യമായിരുന്നോ ഈ തുറന്നു പറച്ചിലിന് പിന്നിൽ എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്താണ് മറുപടി? കുഞ്ഞികൃഷ്ണൻ സഖാവ് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടല്ലോ. അദ്ദേഹം ഒരു പാർട്ടിയിലേക്കും പോകുന്നില്ല. അത് ഇപ്പോഴും ആ നിലപാട് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പൊ അദ്ദേഹം തുടങ്ങി വെച്ച, ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹം തുടങ്ങി വെച്ച ഒരു വലിയൊരു മൊമെന്റ്, അതിന്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്, അങ്ങനെ ഒരു തുറന്നു പറച്ചിലേക്ക് വന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതാണ്, അല്ലാതെ തെരഞ്ഞെടുപ്പോ മറ്റു യാതൊരു വിധത്തിലുള്ള ആനുകൂല്യം ഒന്നുമല്ല ഞങ്ങളുടെ മുന്നിലുള്ളത്. എന്റെയും അതുപോലെ ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകരുടെയും പേടി, അച്ചടക്കം എന്ന് പറയുന്ന ചട്ടക്കൂട്ടിനകത്തുള്ള പേടി കൊണ്ട് മാത്രം പുറത്തു പറയാതിരിക്കുന്ന അത്തരം പ്രവർത്തകരുടെ ഇടയിൽ നിന്നും എനിക്കിത് ഒരു കുഞ്ഞികൃഷ്ണൻ സഖാവിന്റെ ഒരു പ്രചോദനമായി അങ്ങനെ പറഞ്ഞിട്ട് ഇതിപ്പോ നമ്മൾ പറയുന്നു ഒരു കാരണവശാലും ഒരു ഇലക്ഷൻ രീതിയിലേക്കല്ല, ഇലക്ഷൻ ഈ സമയമുണ്ട്, അപ്പൊ അത് ആ രീതിയിലേക്കല്ല വന്നത്. ഈ പാർട്ടിയാണ് ലെഫ്റ്റിസ്റ്റ്. അപ്പോ എന്റെ ആ ചിന്താഗതികളോടും ആശയങ്ങളോടും അടുത്ത് നിൽക്കുന്ന പാർട്ടി എന്നുള്ളത് കേരളത്തിൽ ഇന്ന് കോൺഗ്രസ് ആണ്. അപ്പൊ ഇതിനകത്തുള്ള എല്ലാ നേതാക്കന്മാരും പൂർണ്ണ പിന്തുണ, എനിക്ക് അറിയാവുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അവരുടെ എല്ലാം പൂർണ്ണ പിന്തുണ തന്നുകൊണ്ട് പ്രതികരിക്കാൻ പറ്റുന്ന രീതിയിൽ, പ്രതികരണ ശേഷിയുള്ള ഒരാളെന്ന നിലയിൽ ഈ പാർട്ടിയിലേക്ക് ഈ പാർട്ടിയിലേക്ക് എത്തുന്നത് മേ ബി കുറച്ച് ദിവസങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കൊണ്ടായിരിക്കാം. പക്ഷെ എന്റെ പാർട്ടിയിലെ കുഴപ്പങ്ങളെല്ലാം ഞാൻ ഒരുപാട് കാലം കൊണ്ട് അനുഭവിക്കുന്നതാണ്. നിരവധി വ്യക്തിഹത്യകൾ, അതുപോലെ കുടുംബത്തെ തേജോവധം ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിരവധി കാലം കൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതെല്ലാം ഇപ്പൊ ഇനി ഒരു വളരെ സമാധാനത്തോടുള്ള ജീവിതത്തിൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. താങ്കൾ അങ്ങനെ പറഞ്ഞു വെക്കുമ്പോഴും പാർട്ടി ഏത് തരത്തിലാണ് താങ്കളെ അത്തരത്തിൽ വ്യക്തിഹത്യ അടക്കം ചെയ്തത് എന്നത് ഇപ്പോഴും പൂർണ്ണമായിട്ട് പറഞ്ഞിട്ടില്ല. ഒരു ഫണ്ട് തട്ടിപ്പ് നടത്തി എന്നത് മാത്രമേ ഇപ്പോഴും തുറന്നു പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഒന്നിനെയും പേടിക്കുന്നില്ല എങ്കിൽ എന്തുകൊണ്ടാണ് അതൊന്നും തുറന്നു പറയുന്നത്? അത് ആക്ച്വലി പേഴ്സണൽ കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടൊരു പ്രസ്ഥാനത്ത് നമ്മൾ കരവരത്തേക്കണമെന്നില്ല. എന്നാലും നിങ്ങൾ ചോദിച്ചതുകൊണ്ട് പറയാം, 10 വർഷവും 3 മാസവും കഴിയുമ്പോഴത്തേക്കും പെർമനന്റ് ആക്കേണ്ട കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ കരാത്തെ കോച്ച് എന്നുള്ള ആദ്യത്തെ കരാത്തെ കോച്ചാണ് എന്നുള്ള സ്ഥാനം പെർമനന്റ് ആക്കേണ്ട സമയത്ത് പാർട്ടി ഭരിക്കുന്ന സമയത്ത് പുറത്താക്കിയതാ 2023. അപ്പൊ അത് തന്നെ എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നത് എന്റെ ജീവിതമാർഗമാണ് അടച്ചത്. എന്നിട്ട് ഞാനത് സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയെ കണ്ടിട്ട് അതിനകത്ത് ഇടപെട്ടിട്ടില്ല. അതല്ലാതെ കൊച്ചു കാര്യങ്ങളായത് ഞാൻ പറഞ്ഞല്ലോ, പേഴ്സണൽ കാര്യങ്ങളായതുകൊണ്ട് അതൊന്നും നമുക്കങ്ങനെ പറഞ്ഞുകൊണ്ട് അത് അത്രയും ചൈൽഡിഷ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതാകുമ്പോഴത്തേക്കും അതല്ല ആ രക്തസാക്ഷി ഫണ്ടെന്ന് പറയുന്ന കാര്യവും, അതുപോലെ രാഷ്ട്രീയ നിലപാടുകളിൽ വ്യത്യാസം വന്നില്ലേ? സാമുദായിക നേതാക്കൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള രാഷ്ട്രീയ നിലപാടല്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത്. അപ്പൊ അവിടെ വ്യത്യാസം വന്നു, എല്ലാ ചിന്താഗതികളിലും വ്യത്യാസം വന്നു. അപ്പോ കുറേയേറെ മുതലാളിമാർക്ക് മാത്രം എവിടെയും കയറി പോകാൻ പറ്റുന്ന തരത്തിൽ ഒരു പാർട്ടിയുടെ എല്ലാ ഓഫീസിന്റെയും വീടുകളുടെയും വാതായനങ്ങൾ തുറന്നിട്ട് കൊടുത്തു. അപ്പൊ ഒരിക്കലും പാർട്ടി സാധാരണ പ്രവർത്തകർക്ക് എത്താൻ പറ്റുന്നില്ല, കേൾക്കാൻ നേതാവില്ല. കോടിയേരി സഖാവായിരുന്നു ഞങ്ങളുടെയൊക്കെ നേതാവ്. അദ്ദേഹം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് പോയി ഇരിക്കാൻ, സംസാരിക്കാം, അദ്ദേഹം മുഴുവൻ കേൾക്കും, അതുപോലെ തീരുമാനം എടുക്കും. അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ഈ പാർട്ടി പോയി.
അപ്പൊ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് മാത്രം തന്നെയാണ് ഈ നിലപാട്. ഇന്ന് കേരളത്തിന്റെ ലെഫ്റ്റിസ്റ്റ് ഇടത് സിദ്ധാന്തങ്ങൾ പുലർത്തുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. നിരവധി പ്രാവശ്യം, ഒന്നും രണ്ടും നല്ലത് പറയാനേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞിട്ട് എല്ലാം കേട്ട് തിരിച്ചു. ഇപ്പൊ തന്നെ ജില്ലാ സെക്രട്ടറി സ്റ്റേറ്റ് ഒരു ജില്ലാ സെക്രട്ടറി ആക്കിയതിന് ഒരു 6-7 മാസം മുമ്പ് പരാതി കൊടുത്തതാ. ആ പരാതി എന്താണെന്ന് വിളിച്ച് ചോദിക്കാൻ ഇതുവരെ തുനിഞ്ഞിട്ടില്ല. അതിനെ അതേ കണക്ക് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ട് അയാളെ ജില്ലാ സെക്രട്ടറി ആക്കുകയാണ് ചെയ്തത്. അപ്പൊ പിന്നെ എന്താണ് ഈ പാർട്ടി എടുക്കുന്ന നടപടി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. നിലപാടുകൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതാണ് ഇതിനകത്ത് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവസാനമായിട്ട് നമ്മൾ കാണുന്ന സമയത്ത് താങ്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാനിപ്പോൾ പറയുന്ന തുറന്നു പറച്ചിൽ പോലും പാർട്ടിക്കെതിരെയോ പ്രസ്ഥാനത്തിനെതിരെയോ അല്ല, മറിച്ച് ആ പ്രസ്ഥാനത്തിലുള്ള 2-3 ആളുകൾക്കെതിരെ മാത്രമാണെന്ന്. അങ്ങനെ പറഞ്ഞ താങ്കൾ ഇപ്പോൾ പാർട്ടി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പ്രസ്ഥാനത്തെ കൂടെ ബാധിക്കുന്ന ഒന്നായിട്ട് തോന്നിയിട്ടില്ലേ? പ്രസ്ഥാനത്തെ ബാധിക്കുമെന്ന് പറഞ്ഞാൽ ഈ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന നേതാക്കൾ ചെയ്യുന്ന ചെയ്തികൾ ആ പ്രസ്ഥാനത്തെ ഒരു ഉറപ്പാടും ബാധിക്കുമല്ലോ. അപ്പോ ഇത് മൊത്തത്തിൽ ഒരു അഴിച്ചുപണി എല്ലാ നേതൃസ്ഥാനത്തും, ജില്ലാ തലം തൊട്ട് അല്ലെങ്കിൽ ഏരിയ തലം തൊട്ട് സംസ്ഥാന തലം വരെ അഖിലേന്ത്യാ തലം വരെ നേതൃസ്ഥാനത്ത് ഒരു അഴിച്ചുപണി ഉണ്ടായാൽ ചിലപ്പോൾ ഈ പാർട്ടി രക്ഷപ്പെടും. അതൊന്നും ഉണ്ടാവും തോന്നുന്നു? താങ്കൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ ഉണ്ടാവും? ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോ ആ പ്രത്യയശാസ്ത്രമല്ല പരാജയം, അതിനകത്തുള്ള നേതൃത്വമാണ്. ഉറപ്പായിട്ടും പാർട്ടിക്ക് രക്ഷപ്പെട്ടില്ല എന്ന് വെച്ചാൽ എന്ത് ഉദ്ദേശത്തിലാണെന്ന് എനിക്കറിയത്തില്ല. രക്ഷപ്പെട്ടില്ല ഞാൻ പറഞ്ഞു, ജനങ്ങളോട്ട് ഒത്തൊരുമിച്ച് പോകത്തില്ല. അവര് സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ വേറെ എന്ത് രക്ഷപ്പെടുമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ജനങ്ങളോട്ട് ഒത്തൊരുമിച്ച് പോകത്തില്ല. ജനങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ പാർട്ടിക്ക് ഇനി ഇല്ല, അവസരമില്ല. കാരണം അമ്മാതിരി വെറുത്തു കഴിഞ്ഞു ജനം. അപ്പൊ മറ്റു സംസ്ഥാനങ്ങൾ നടന്ന പോലെ ഈ സംസ്ഥാനത്തും ഇത് പറയുമ്പോൾ മുമ്പ് 2-3 വർഷം മുമ്പ് നമ്മളിത് പറയുമ്പോൾ കളിയാക്കുമായിരുന്നു. നീ അത് നിനക്ക് അങ്ങനെ അറിഞ്ഞുകൂടാന്ന് പറഞ്ഞ് കളിയാക്കുന്നു. പക്ഷെ ഇപ്പോ അതിന്റെ അവസാനമാണ്, കൊഴിഞ്ഞു പോക്ക് തുടങ്ങി. അതാണ് അതിന്റെ വാസ്തവം. കോൺഗ്രസ് തന്നെയാണ് ഇതുള്ളത്. മുഴുവൻ സമയം കോൺഗ്രസ് എന്ന പാർട്ടി കുടുംബത്തോട് ഒപ്പുണ്ടാവും. പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ ഒപ്പുണ്ടാവും. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ തിരുവനന്തപുരത്തെ വലിയ ഊർജ്ജസ്വലനായ CPM പ്രവർത്തകനായിരുന്നു വിഷ്ണു. അദ്ദേഹമാണ് സംഘപരിവാറുകാരാൽ കൊല ചെയ്യപ്പെട്ടത്. ആ വിഷ്ണുവിന്റെ കുടുംബവും CPMുമായി വലിയ ബന്ധമുള്ള കുടുംബമാണ്. ഇതിന്റെ സഹോദരൻ ഉൾപ്പെടെയുള്ള ആളുകൾ സജീവ CPMന്റെ നേതൃത്വത്തിലും കോളേജ് മുതൽ സജീവമായി പ്രവർത്തിക്കുന്നവരാണ്. വിനോദ് ഉൾപ്പെടെയുള്ള ആളുകൾ വിഷ്ണുവിന് വേണ്ടി ഒരു രക്തസാക്ഷി ഫണ്ട് ഉണ്ടാക്കി ഈ പാർട്ടി. അതിൽ നിന്നും പകുതി പണം കുടുംബത്തിൽ കൊടുത്തു, പകുതി പണം അടിച്ചു മാറ്റി. ഇപ്പൊ പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ടിന്റെ വിവാദം അറിയാം. ധനരാജിന് വേണ്ടി ഫണ്ട് പിരിച്ചിട്ട് ആ പണം വലിയ തുക CPM അടിച്ചു മാറ്റിയിരിക്കുകയാണ് നേതാക്കന്മാർ. അത് തന്നെയാണ് തിരുവനന്തപുരത്ത് വിഷ്ണുവിന്റെ രക്തസാക്ഷി ഫണ്ട് കേസിൽ നടന്നത്. എന്നിട്ട് ഇവര് ന്യായീകരിക്കുന്നത് വക്കീലിന് കൊടുക്കുന്നതാണ്. ഈ ഒരാളെ കൊല ചെയ്താൽ കൊല ചെയ്യപ്പെട്ട ആളുടെ ബന്ധുക്കളല്ലല്ലോ കേസ് നടത്തുന്നത്. കേസ് പ്രോസിക്യൂഷനാണ്. എല്ലാ ക്രൈമും സ്റ്റേറ്റിനെതിരായിട്ടാണ്. എല്ലാ ക്രൈമും ആര് കുറ്റം ചെയ്താലും കുറ്റകൃത്യം ചെയ്താലും ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് അന്നത്തെ കുറ്റകൃത്യം ചെയ്താലും അത് സ്റ്റേറ്റിനെതിരായിട്ടുള്ള കുറ്റമാണ്. എല്ലാ ക്രിമിനൽ കേസുകളിലും സർക്കാരിന് വേണ്ടിയിട്ടാണ് പ്രോസിക്യൂട്ടർ ഹാജരാകുന്നത്. അപ്പൊ എങ്ങനെ വക്കീലിന് പൈസ കൊടുക്കേണ്ടി വരുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. വക്കീല് പൈസ കൊടുത്തൊന്നും അല്ല, കൊല ചെയ്യപ്പെട്ട ആളുടെ വേണ്ടിയിട്ട് വക്കീല് പ്രോസിക്യൂട്ടറാണ്, ഗവൺമെന്റ് പ്രോസിക്യൂട്ടർ. അപ്പൊ കള്ളമാണ്, പണം അമർത്തിയതാണ്. അത് ധനരാജിന്റെ രക്തസാക്ഷി ഫണ്ടും അഭിമന്യുവിന്റെ രക്തസാക്ഷി ഫണ്ടും തിരുവനന്തപുരത്ത് ഇപ്പോ വിഷ്ണുവിന്റെ രക്തസാക്ഷി ഫണ്ടും ആളുകളുടെ കയ്യിൽ നിന്ന് പണം പിരിച്ചിട്ട് പാർട്ടി അടിച്ചു മാറ്റിയത്. മാത്രമല്ല അവരെ സങ്കടപ്പെടുത്തിയത്. എന്നിട്ടും അവര് പാർട്ടിയിൽ നിന്നു. പിന്നീട് പാർട്ടി നടപടിയെടുത്തു ഇവര് പരാതി കൊടുത്തപ്പോൾ, അല്ലേ? ആ നടപടി എടുക്കപ്പെട്ട ഒരാൾ ഇപ്പോ ഡബിൾ പ്രൊമോഷൻ അല്ല, ട്രിപ്പിൾ പ്രൊമോഷൻ കൊടുത്ത് CITUവിന്റെ ജില്ലാ സെക്രട്ടറി ആക്കിയില്ല. അത് ആ കുടുംബത്തിന് ഒരുപാട് വേദനയും പ്രയാസവും സങ്കടവും ഉണ്ടാക്കി. എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിന്ന് ഈ നഗരത്തിൽ CPMന്റെ DYFIയുടെ SFIയുടെ ഒക്കെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന വിഷ്ണുവിന്റെ അനുജൻ വിനോദ്, ജ്യേഷ്ഠൻ, വിഷ്ണുവിന്റെ ജ്യേഷ്ഠൻ വിനോദും സഹപ്രവർത്തകരും ഇപ്പോൾ കോൺഗ്രസിലേക്ക് ചേരുകയാണ്. അവരെ ഞാൻ കോൺഗ്രസ് കുടുംബത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു.
തീർച്ചയായും കോൺഗ്രസിൽ അവർ ഇനി ഒരു കുടുംബാംഗമായിരിക്കും. ഇന്നലെ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള KPCC ഭാരവാഹികൾ എല്ലാവരും ഉണ്ട് എന്റെ കൂടെ. DCC പ്രസിഡന്റ് സ്ഥലത്തില്ലാത്തത് കൊണ്ടാണ് ഞാൻ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് KPCC പ്രസിഡന്റും പ്രത്യേകമായിട്ട് അത് സ്വാഗതം അറിയിച്ചിട്ടുണ്ട്. KPCC പ്രസിഡന്റും DCC പ്രസിഡന്റിനും വേണ്ടി കൂടി ഞാൻ സംസാരിക്കുന്നു. കോൺഗ്രസിലെ മുഴുവൻ നേതാക്കളുടെയും ശ്രീ K മുരളീധരൻ ഉൾപ്പെടെ ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ശ്രീ KC വേണുഗോപാൽ ഉൾപ്പെടെ മുഴുവൻ നേതാക്കളോട് പറഞ്ഞിട്ട് അവരെല്ലാം വളരെ സന്തോഷത്തോടു കൂടിയാണ് മോദിനെയും സഹപ്രവർത്തകരെയും ആ പ്രസ്ഥാനത്തേക്ക് സ്വീകരിക്കുന്നത്. ഞാൻ അവരെ സ്വാഗതം ചെയ്യും.